ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഞാൻ ജാസ്മിൻ്റെ ഒരു വീഡിയോ 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ലാസ്റ്റ് ജാസ്മിൻ്റെ ഇട്ട ഒരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നായിരുന്നു. ആ ഒരു കമൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. അതായത് നമ്മുടെ ജാസ്മിൻ്റെ വാപ്പയായ ജാഫർക്ക് ഇന്നലെ ചീട്ട് കളിച്ചിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ആ ഒരു വാർത്ത കൊല്ലം അവരുടെ ആ ഒരു സ്ഥലത്ത് മൊത്തം പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് സ്ഥിരം കമൻ്റ് ഇടാറുള്ള ഒരു ആൾ തന്നെയാണ് ഈ ഒരു കമൻ്റ് ഇട്ടത്. അപ്പോൾ എന്തായാലും കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കാര്യം പറഞ്ഞാൽ മകളിപ്പം ബിഗ് ബോസിൽ പോയും അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഇനാഗ്രേഷനും ഒരുപാട് സംഭവങ്ങളൊക്കെ മോൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല വരുമാനം ഉണ്ടാകും. കൂടാതെ യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ നല്ല കാശായിരിക്കും. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ വാപ്പായ്ക്ക് എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ? കാരണം വാപ്പ ബ്ലോക്ക് ഉള്ളത് കാരണം ജോലിയൊന്നും ചെയ്യാതിരിക്കുമല്ലേ. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആകട്ടെ എന്ന് കരുതിയിട്ടായിരിക്കണം ചീട്ട് കളിക്കാൻ പോയത്. പക്ഷേ എന്താ നിർഭാഗ്യവശാൽ പോലീസുകാർ പിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് നമുക്കിത് കമൻ്റ് ആയിട്ട് ഇട്ട് തന്നത്. അപ്പോൾ ഇന്നലത്തെ കൊല്ലത്തെ മിക്ക പത്രത്തിലുമൊക്കെ ഈ ഒരു വാർത്ത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊന്നും ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയോ ഒന്നും തന്നെ കണ്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർ പറയുന്നത് വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ കഷ്ടം തന്നെ അല്ലേ. കാര്യം എന്തൊക്കെയാന്ന് പറഞ്ഞാലും ജാസ്മിൻ കുറേ ബിഗ് ബോസിലൊക്കെ കുറേ കിടന്ന് കാട്ടിക്കൂട്ടലുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തൊക്കെ വന്നു. ആള് പുതിയ പുതിയ അവസരങ്ങളൊക്കെ തേടി നടക്കുകയാണ്. അതായത് സിനിമയിലേക്കൊക്കെ അവസരം കിട്ടുന്നുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നു. അതുപോലെ തന്നെ ഇനാഗുറേഷനൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള പൈസയൊക്കെ തടയുന്നുണ്ടായിരിക്കും. അപ്പോൾ വാപ്പാക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ പൈസയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചിലവാക്കണ്ടേ? അതിന് വേണ്ടിയിട്ടായിരിക്കും ഇതും കൊണ്ട് ചീട്ട് കളിക്കാൻ പോയത്. അപ്പോൾ എന്തായാലും കഷ്ടം തന്നെ തന്തേ നിങ്ങളുടെ കാര്യം. നിങ്ങളാണെങ്കിൽ ഒരു ലോക ഉഡായിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജാസ്മിൻ ബിഗ് ബോസിലായിരുന്നപ്പോഴത്തേക്കും പുറത്ത് നിന്നുകൊണ്ട് ഭയങ്കര വലിയ കുറേ അധികം വീമ്പുകളൊക്കെ ഇളക്കിയായിരുന്നു. അതിനുശേഷം അകത്തി വന്നിട്ട് മോളെ കണ്ടപ്പോഴത്തേക്ക് അതെല്ലാം മറന്ന് മോളോടത്ത് ചക്കര, പാല്, പഞ്ചാരയൊക്കെ ആയി. അതിനുശേഷം മോള് ബിഗ് ബോസിന് പുറത്ത് വന്നപ്പോഴത്തേക്കും പിന്നെ മോളെ 2 കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചു. കാരണം അച്ഛനും അമ്മയല്ല, അവർക്ക് അങ്ങനെ ചെയ്യാതിരിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ. കാരണം മകളാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കാരണം മകളുടെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാപ്പാക്ക് മോളോടൊന്നും എതിർത്ത് പറയാൻ പറ്റത്തില്ല. കാരണം മകളിങ്ങനെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ മാറി മാറി പ്രേമിച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൽ അവസാനം വന്ന് പെട്ടതാണ് അഫ്സൽ എന്ന് പറയുന്ന ആ ഒരു ചെറുക്കൻ. ആ ചെറുക്കനെ അതിൻ്റെ ജീവനും കൊണ്ട് ഓടി. ഇപ്പം ലാസ്റ്റ് എത്തി നിൽക്കുന്നത് ഗബ്രിയിലാണ്. പക്ഷെ ഗബ്രിയിലൊന്നും ജാസ്മിൻ ഒതുങ്ങത്തില്ല, അതിൽ നിന്നും ഒക്കെ പോകും. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷയം അതല്ല. അതായത് നമ്മുടെ ജാസ്മിൻ്റെ വാപ്പയായ ജാഫറിക്ക, അതായത് ജാസ്മിൻ്റെ അത്ത അവിടെ കൊല്ലത്തെങ്ങാണ്ട് ഉള്ള ആ 2-രെയൊക്കെ കൂടെ പോയി ഒന്ന് ചീട്ട് കളിച്ചിട്ട് പോലീസുകാർ കൈയോടെ പൊക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതവിടെയുള്ള പത്രങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വാർത്തയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊന്നും ഇതിനെക്കുറിച്ചൊന്നും ആരും പറഞ്ഞൊന്നും കേട്ടില്ല. ഇനി ഇതാരെങ്കിലും അറിയാഞ്ഞിട്ടായിരിക്കുമോ? അതന്നെയല്ല, ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിലൊന്നും അത്ര ആക്റ്റീവായിട്ട് കാണുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയത്തില്ല. ഇനിയിപ്പോൾ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് കമൻറ്റ് വരുമോ എന്നുള്ള പേടി കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ജാസ്മിൻ ഇപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് ഇടയ്ക്ക് വല്ല റീലോ ഒക്കെ ഇട്ടാലേ ഉള്ളൂ. അല്ലാതെ സോഷ്യൽ മീഡിയയിലും അത്ര വലിയ ആക്റ്റീവ് ഒന്നും അല്ല ആള്. പക്ഷെ എന്തായാലും ജാസ്മിൻ്റെ കൂടെ 2 വ്യക്തികളുണ്ട് കേട്ടോ, എടവും വലവും. ഒന്ന് റസ്മിൻ ബായും, ഒന്ന് നമ്മുടെ മറ്റേ ആ ഒരു അമ്മച്ചി ഉണ്ടല്ലോ. അയ്യോ, ആ അമ്മച്ചിയുടെ പേരെന്തുവാണ്? മറ്റേ ആ തെറി അമ്മച്ചി ഉണ്ടല്ലോ, ആ ബിഗ് ബോസിൽ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു അമ്മച്ചിയുടെ പേരെന്തുവാണ്? എനിക്ക് പേരും കിട്ടുന്നില്ല ഗായ്സ്, എനിക്ക് പേര് കിട്ടുന്നില്ല. അതായത് ആ മുകളിൽ ഗുണ്ടേനെ പോലെ നടക്കത്തൊരു പെണ്ണുപിള്ള ഉണ്ടല്ലോ, നേരത്തെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ജാസ്മിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്ത് ജാസ്മിൻ്റെ PR ആയിട്ടൊക്കെ വർക്ക് ചെയ്തത് ആ ഒരു സ്ത്രീയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ജാസ്മിൻ്റെ ഇടവും വലവും ഇവർ 2 പേരുമാണ്. അതായത് റസ്മിൻ ബായും മറ്റേ അവരുടെ പേരെനിക്ക് കിട്ടുന്നില്ല, ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ അവരുമാണ്. അപ്പം ഇവർ 2 പേരും ജാസ്മിൻ്റെ കൂടെ തന്നെയുണ്ട്. ജാസ്മിനെ കട്ട സപ്പോർട്ടുമായിട്ട്. കാരണം ജാസ്മിൻ മെൻ്റലി ഭയങ്കരമായിട്ട്
ജാസ്മിൻ തളർന്നിരിക്കുകയാണ്. അപ്പോൾ ജാസ്മിന് എല്ലാവിധ ഊർജവും കൊടുക്കാനായിട്ട് ഈ രണ്ട് കൂട്ടർ ജാസ്മിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും കഷ്ടം തന്നെ മോളെ ജാസ്മിനെ നിൻ്റെ വാപ്പാടെ കാര്യം. കാരണം വേറൊന്നുമല്ല, ഇത്രയും നാണക്കേട് മകളെ കൊണ്ട് കിട്ടിയത് പോരാഞ്ഞിട്ട് ഇപ്പോൾ ജാസ്മിൻ്റെ വാപ്പ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മൊത്തം അറിയും. ജാഫർ ഇക്ക, ബ്ലോക്ക് ഡാഡി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യം, ചെറിയൊരു കാര്യം മതി, പെട്ടെന്ന് തന്നെ അതൊക്കെ നാട്ടുകാരറിഞ്ഞ് പത്രത്തിലുമൊക്കെ വന്നു. കാരണം പുള്ളിയുടെ ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളി ഇങ്ങനെ കുടിയോ ഇങ്ങനെ ഈ ചീട്ട് കളിക്കാനൊക്കെ പോകുന്നൊക്കെ ഞാൻ ഓരോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇന്നലെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ എന്തായാലും ഈ ഒരു വാപ്പ ഈ കാണിച്ച ഈ ഒരു ചീട്ടുകളി മകൾക്കത് വലിയൊരു നാണക്കേടാവും. കാരണം മകൾ ഓൾറെഡി നാണം കെട്ട് ചമ്മി നാറി നിൽക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ വാപ്പായും കൂടെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? വാപ്പാക്ക് മകൾ കൊണ്ടുവന്ന ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പൈസ കൊണ്ട് അവിടെ എങ്ങനെ അടങ്ങി ഒതുങ്ങി വല്ല പുട്ടും നിന്ന് ഇരുന്നാൽ പോരെ? ഇയാൾ എന്തോത്തിനാ ഈ ചീട്ട് കളിക്കാനും ഇതിനുമൊക്കെ പോകുന്ന എന്തിനാ? അതാ പോയതോ പോലീസും പിടിച്ചു, അത് പത്രത്തിലും വന്നു. അപ്പം എന്തായാലും ഇത് 100% ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്കതൊരു കമൻ്റായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആരും സോഷ്യൽ മീഡിയയിലോ ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും കൊല്ലംകാരെന്തായാലും അറിയാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കിടിലൻ അപ്ഡേറ്റ്സുമായിട്ട് പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.